നിയമജ്ഞരും ഫരിസേയരും ചേർന്ന് വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി യേശുവിൻ്റെ പക്കൽ കൊണ്ടുവന്നു. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞു. ദൈവനീതി കേട്ട് അവർ ലജ്ജയോടെ മടങ്ങി. യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. നമ്മെ മറ്റുള്ളവർ അധിക്ഷേപിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും കുറ്റം ചുമത്തുമ്പോഴും നാം ദൈവപാദങ്ങളിൽ അഭയം തേടുന്നു. നമ്മെ ദൈവപാദങ്ങളിലെത്തിച്ച കല്ലെറിഞ്ഞവർക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഇവളൊരവിഹിതമാർഗിണി, അധമയാം വ്യഭിചാരിണി, കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇന്നു കൽപ്പന നീ നൽകുക. ഇവളൊരവിഹിതമാർഗിണി, അധമയാം വ്യഭിചാരിണി, കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇന്നു കൽപ്പന നീ നൽകുക. ഇവളൊരവിഹിതമാർഗിണി. പൂഴിമണ്ണിൽ വിരലു കൊണ്ടവനെഴുതിയിരുന്നു, വിചാരണയ്ക്കായി മുന്നിൽ വന്ന നിഗൂഢ മനസ്സുകൾ കണ്ടു. പൂഴിമണ്ണിൽ വിരലു കൊണ്ടവനെഴുതിയിരുന്നു, വിചാരണയ്ക്കായി മുന്നിൽ വന്ന നിഗൂഢ മനസ്സുകൾ കണ്ടു, നിഗൂഢ മനസ്സുകൾ കണ്ടു. പാപമൊന്നും ചെയ്തിടാത്തോരെറിയട്ടെ കല്ലുകൾ, അപരാധം ചെയ്തിടാത്തോരെറിയട്ടെ കല്ലുകൾ. പാപമൊന്നും ചെയ്തിടാത്തോരെറിയട്ടെ കല്ലുകൾ, അപരാധം ചെയ്തിടാത്തോരെറിയട്ടെ കല്ലുകൾ, എറിയട്ടെ കല്ലുകൾ. ദൈവനീതി കേട്ടു നിന്നവരൊന്നടങ്കം നടുങ്ങി, ലജ്ജയോടെ തലകുനിച്ചവരൊന്നൊന്നായി മടങ്ങി, ലജ്ജയോടെ തലകുനിച്ചവരൊന്നൊന്നായി മടങ്ങി. ഭീതിയോടാ പാപിനി ദയനീയമായി കരഞ്ഞു, കരുണയൂറും കൺകളിൽ അവൾ മുഖമുയർത്തി നോക്കി. ഭീതിയോടാ പാപിനി
ദയനീയമായി കരഞ്ഞു. കരുണയൂറും കൺകളിൽ അവൾ മുഖമുയർത്തി നോക്കി, മുഖമുയർത്തി നോക്കി. മകളെ എന്നു വിളിച്ചു മെല്ലെ യേശുനാഥൻ മൊഴിഞ്ഞു. വ്യഥയുറഞ്ഞ മനസ്സിനുള്ളിൽ പുതുവെളിച്ചം നിറഞ്ഞു. ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. തകർന്നോ നാം വീഴുമ്പോൾ നാഥനരികെ വരുന്നു. ക്ഷമിക്കുന്ന സ്നേഹമേകി സമാധാനം തരുന്നു.